പ്രചാരണം തന്നെ തുടങ്ങുന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാട് കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് അങ്ങനെ പ്രചാരണം തുടങ്ങുന്നത് വി പ്രകാശിന്റെ വീട്ടിൽ നിന്ന്. അല്ല, തീർച്ചയായിട്ടും അതൊരു നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇന്ന് നോമിനേഷൻ കൊടുത്തു. ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് പറഞ്ഞു എങ്ങനെയാണല്ലോ ഞാൻ മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ ആ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് പ്രകാശൻ ഞാനൊക്കെ ഒരുമിച്ച് കോളേജിലും യൂത്ത് കോൺഗ്രസിലും കെ എസ് യുയിലൊക്കെ ഉണ്ടായിരുന്ന ഒക്കെ ഞങ്ങൾ സമകാലികരാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറിയെന്നുള്ളൂ. നമ്മളൊരു പഴയകാല സുഹൃത്ത്, കോളേജ് സുഹൃത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നമ്മളെ ഒപ്പോണൻറ്റ് കാൻഡിഡേറ്റ്, ആ നിലക്ക് ഇവിടെ വരിക, സ്മിതയും കുട്ടികളെയും കാണുക എന്ന് അത്രേ ഉദ്ദേശമുള്ളൂ. എം വി ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഈ പ്രചാരണം തുടങ്ങുന്നത് തന്നെ ആര്യാടൻ ഷൗക്കത്തും വി പ്രകാശും തമ്മിലുള്ള പ്രശ്നം ആരോപിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ പി വി അൻവറും അതേ ട്രാക്കിലേക്ക് അതേ വിഷയം എടുത്തിട്ടുകൊണ്ട് ആ ക്യാമ്പയിൻ ഇരു കൂട്ടരും ഒരേ ട്രാക്കിലേക്ക് വരികയാണ്. അല്ല, അതെനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞ എനിക്കറിയില്ലല്ലോ. എങ്ങനെ അല്ല, അങ്ങനെ ഞാനത് പറയേണ്ട കാര്യമില്ല. എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിനുണ്ടാവും. അതിൽ സ്വാഭാവികമായിട്ടും പ്രകാശിന്റെ കുടുംബം ഉൾപ്പെടുമല്ലോ. അത്രയല്ലേ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കുടുംബത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? പ്രകാശൻ എന്താ സംഭവിച്ചത്? താങ്കൾ പറഞ്ഞു രാവിലത്തെ പത്രസമ്മേളനത്തിൽ സൂചന നൽകിയത്. അപ്പോൾ അത് നിൽക്കുന്നുണ്ടോ? അല്ല, ഞാനിങ്ങനെ എന്താ പറയാ, വസ്തുതാപരമായ കാര്യങ്ങളല്ലേ പറഞ്ഞത്, അതൊക്കെ അവിടെ നിലനിൽക്കുമല്ലോ. കുടുംബത്തിന്റെ പ്രതികരണം കുടുംബം പണ്ടും ഞങ്ങൾ നല്ല അടുപ്പത്തിലാണ്, ഇപ്പോഴും നല്ല സ്നേഹത്തിലും അടുപ്പത്തിലാണ്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വന്നിട്ട് വോട്ട് ചോദിക്കട്ടെ, എന്താ അദ്ദേഹം ഇവിടെ വരാതിരുന്നത്? അദ്ദേഹം ആദ്യം വോട്ട് ചെയ്യിക്കാൻ വരേണ്ട സ്ഥലം ഇവിടെ ഇല്ലേ? അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? പിന്നെ എന്താ വരാതിരുന്നത്? ഇപ്പോഴും എന്താ ഈ ഗേറ്റ് കയറാൻ കഴിയാത്തത്? അതെ, അങ്ങനെ പലതും ഉണ്ടാവും. നമ്മൾ സാധാരണ ഇസ്ലാം മതത്തിൽ ആളുകൾ ഉമ്മയും ബാപ്പാക്കൊക്കെ സുഖമില്ലാതിരിക്കുക അല്ലെങ്കിൽ മരിച്ചു പോയാൽ മക്കൾ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊക്കെ പോകും. പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകും. പക്ഷേ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉംറക്ക് പോകുന്ന ഞാൻ പറയല്ല കേട്ടോ, ഞാൻ അതിൻ്റെ അടിയിൽ കണ്ട കമൻ്റാണ്. ഹജ്ജ്, അതായത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഉംറ, അദ്ദേഹം ഉംറക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റാണ്. അപ്പോൾ ഈ എല്ലാ നാടകങ്ങളും ഇപ്പോൾ അവിടെ ജോയ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പീഠത്തിൽ നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ആ പീഠത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. ശ്വാസം മുട്ടിയിട്ട് സ്നേഹം തിങ്ങിയിട്ട്. അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ. അങ്ങനെ എന്താ പറയുക, നമ്മളെ മക്കളെ, ഉമ്മാനെ, എന്താ പറയുക, ഭാര്യമാരെയൊക്കെ ഒരുപാട് കാലം കാണാതായി പെട്ടെന്ന് 2 കൊല്ലം 3 വർഷമൊക്കെ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ മനുഷ്യരറിയാതെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഈ നടന്ന ആ യോഗത്തിൽ ജോയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പർക്ക് പെട്ടെന്ന് സ്നേഹം കയറിയിട്ട് കെട്ടിപ്പിടിച്ച് നോക്കുക. ഇതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നത്. UDFന്റെ കൺവെൻഷനിൽ ഇന്ന് പൂർണ്ണമായും PV അൻവർ അവഗണിക്കുകയാണ് ചെയ്തത്. എല്ലാ നേതാക്കളും, ഘടകകക്ഷി നേതാക്കളൊക്കെ അടക്കം പറയുന്നത് LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം എന്നതാണ്. ആരും PV അൻവറെ പരാമർശിക്കാൻ, അൻവറിന് വിമർശിക്കാൻ പോലും ഉള്ള ഒരു ഇതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ പോലും ഇല്ലേ? അവർക്കൊക്കെ എന്നോട് നല്ല സ്നേഹം എപ്പോഴും ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അവർക്കൊന്നും എന്നോടൊരു വെറുപ്പുമില്ല, ഒരു അകൽച്ചയില്ല, ഒരു അലോഗ്യവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ എന്താ പറയുക സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ സംബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്നോടൊരു വെറുപ്പും കാര്യമില്ലാതെ വെറുതെ അവിടെ പറയണ്ടല്ലോ. തമ്മിലാണോ മത്സരം? അപ്പോൾ എങ്ങനെ LDF-ഉം തമ്മിലാണോ അപ്പോൾ മത്സരം? ഇവിടെ ജനങ്ങളും ജനവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ്. ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയല്ല, ഞാൻ അന്നേ പറഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ഓരോരുത്തരും, ഓരോ വോട്ടറും ഇവിടെ സ്ഥാനാർത്ഥിയാണ്. അവരും ഈ ജനവിരുദ്ധരും തമ്മിലാണ് ഇവിടെ പോരാട്ടം. ഏയ്, ഞാനത് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. കുടുംബത്തിന്റെ വോട്ട് അൻവർ ലഭിക്കും? അല്ല, അങ്ങനെ അവരുടെ വോട്ട് എനിക്ക് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ലഭിക്കാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ജനങ്ങളുടെ വോട്ട്, അതിലിപ്പോൾ സ്മിതയും കുടുംബവും ഒക്കെ വരുമല്ലോ. പ്രകാശിന്റെ വൈഫ് ആണ് സ്മിത, സ്മിതയും കുട്ടികളൊക്കെ അതിൽ വരൂലേ? ഒക്കെ ഇവിടുത്തെ മനുഷ്യരല്ലേ. ഷൗക്കത്ത് പറയുമായിരുന്നു, എനിക്ക് വിദേശത്ത് കച്ചവടമൊന്നുമില്ല, ഞാൻ വിദേശത്ത് പോലും ഇവിടെ കാണുന്നൊക്കെ ഒരു ലക്ഷ്യം വെച്ചുള്ള സംസാരം പോലെ തോന്നി കേട്ടോ. അല്ല, അദ്ദേഹത്തിന് വിദേശത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് ഇവിടെ വ്യാപാരികളോട് ചോദിച്ചാൽ മതിയാണ്. എന്തേ വ്യാപാരി വ്യവസായി ഇവിടെ മത്സരിക്കുന്നതല്ലേ പറഞ്ഞിരുന്നത്? എന്തേ അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് അങ്ങനെ ഒരു തീരുമാനമുണ്ട്? അതൊക്കെ ഞാൻ വിശദീകരിച്ചല്ലോ. ഇങ്ങനെ ആരെങ്കിലൊക്കെ വരും.
ഇന്നത്തെ UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങൾ ആരും പങ്കെടുക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, പാണക്കാട് തങ്ങന്മാർ ഇന്ന് UDF ഔദ്യോഗിക KC വന്ന കൺവെൻഷനല്ലേ പറയുന്നത്. അതിൽ പാണക്കാട് ബഹുമാനപ്പെട്ട തങ്ങന്മാർ ആരും വന്നില്ല, പങ്കെടുത്തിട്ടില്ല. ഞാൻ അറിഞ്ഞില്ല. സ്വാഭാവികമല്ലേ ഈ പാണക്കാട് തങ്ങന്മാരെ ഇത്രമാത്രം അവഗണിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും UDF അകത്ത് ഉണ്ടായ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഈ സതീശൻ്റെ കാലഘട്ടത്തിലല്ലാതെ ഈ മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ ഈ കോലത്തിലാക്കിയത് അതിൽ പാണക്കാട് തങ്ങന്മാരെയും ബഹുമാനപ്പെട്ട കുഞ്ഞിലാടി സാഹിബിനെയും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള സീനിയറായിട്ടുള്ള നേതാക്കന്മാർ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരൊന്നുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ അവഹേളിക്കപ്പെടുമ്പോൾ പാണക്കാട് തറവാട്ടെന്ന് ഇന്നൊരു പക്ഷേ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നാളെ ചിലപ്പോൾ വന്നേക്കും, മറ്റു സമ്മർദ്ദങ്ങളുണ്ടായാൽ. ഇന്ന് അവരാരും വന്നില്ലെങ്കിൽ അതാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം. അവരുടെ മനസ്സിൻ്റെ വേദന തന്നെയാണ്. അവർ അപമാനിക്കപ്പെട്ടു, അവഹേളിക്കപ്പെട്ടു എന്ന കൃത്യമായ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരാരും വന്നില്ല. എനിക്കറിയില്ല വന്നില്ലെന്ന്. വന്നില്ലെങ്കിൽ അതാണ് ഇതിൻ്റെ വസ്തുത. ജയിക്കും. ജയിക്കാൻ എത്ര വോട്ട് പിടി? ത്രികോണല്ലേ, ഒരു 65,000 വോട്ട് മിനിമം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ വലിയൊരു ശതമാനം ഇപ്പോൾ ഞങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ട്. ഇനി 10-17 ദിവസമല്ലേ, ഒരു 12-ാം തീയതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ പുറത്ത് തുളുമ്പില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ പാവപ്പെട്ടവരെ രംഗത്ത് വരാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾ ഈ ടൗണിലൂടെ നടന്നിട്ട് ഇവരൊക്കെ ഓരോ അങ്ങാടിയിലും എന്താ പറയുക ആളുകളെ സെറ്റാക്കിയിരുത്തി അവിടെയാണ് നിങ്ങൾ പോകുമ്പോൾ സാധാരണ ചോദിക്കുന്നത്. ആ ഉത്തരവും ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവും എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ വസ്തുതാപരമായിട്ട് മനസ്സിലാവും. എങ്ങനെ? ആ അല്ല, ഞാൻ VV പ്രകാശിനോട് എൻ്റെ കൂടെ സ്നേഹമുള്ളവർ എൻ്റെ കൂടെ നിൽക്കില്ല എന്നൊന്നും പറയുന്നില്ല. ഇവിടെ നന്മയുള്ള എല്ലാ മനുഷ്യരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. നന്മയുള്ള എല്ലാ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പ്രതിപക്ഷ പ്രതിരോധ മുന്നണിക്ക്, ജനകീയ മുന്നണിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിലിപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കാലുവാരി, VV പ്രകാശിന് കാലുവാരി എന്നാണ് പറയുന്നത്. താങ്കളാണ് അന്ന് എതിർ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അല്ല, അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞത് ശരിയല്ലല്ലോ. അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, അതൊന്നും ഞാൻ പറയണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ.